ഈ നവാവരണ പൂജ ഇന്ന് ഇവിടെ നടത്തിയതിൻ്റെ പ്രത്യേകത, മുത്തുസ്വാമി ദീക്ഷിതർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള നവാവരണ കൃതികൾ ഓരോ ആവരണത്തിലെയും ദേവതകളെ പ്രത്യേകം പ്രകീർത്തിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയും മറ്റ് ദേവീദേവന്മാരൊക്കെ ഉപാസിച്ചതാണ്, ആരാധിച്ചതാണ് ത്രിപുരസുന്ദരിയായ പരാശക്തി ദേവിയെ. ആ ദേവിയുടെ വിവിധ ഭാവങ്ങൾ 9 ആവരണങ്ങളാണ് പൂജിക്കുന്നത്. പൂജയ്ക്ക് നമ്മൾ നൃത്തം, ഗീതം, വാദ്യമൊക്കെ സമർപ്പിക്കുന്നുണ്ട്. ഈ ദേവീ ചൈതന്യം, പരാശക്തി ഭാവത്തിലുള്ള ദേവിയുടെയും മറ്റ് ദേവീദേവന്മാരുടെയൊക്കെ ചൈതന്യം ഇവിടെ കുടികൊള്ളണം. ഒരിക്കലും ക്ഷയിക്കാത്ത സുഖം എല്ലാവർക്കും ഉണ്ടാവണം. സമാജത്തിൽ എല്ലാവരും ഐക്യത്തോടുകൂടി, സാഹോദര്യ ഭാവത്തോടുകൂടി, ശുദ്ധ സാത്വിക ഭാവത്തിൽ മനുഷ്യരുടെ മനുഷ്യത്വം നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതചര്യ വേണമെന്നുള്ള പ്രാർത്ഥന. ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ യാഗശാലയിൽ ഇന്ന് ശ്രീചക്ര നവാവരണ പൂജയാണ് നടക്കുന്നത്. പൂജയുടെ വിശദാംശങ്ങളും വിവരണങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമസ്കാരം. മാഘ മഹോത്സവത്തിൻ്റെ ഇന്ന് മാഘമാസത്തിലെ പൂർണിമ, അതോടുകൂടി തൈപ്പൂയമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്. പൂർണിമ ദേവിയുടെ പ്രധാനമാണ്. ഇന്നിവിടെ നടത്തിയത് പ്രധാനമായിട്ട് കാലത്ത് ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ചു. വിവിധ പൂജകളുണ്ടായിരുന്നു. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു പൂജയായിട്ടുള്ള മഹാശ്രീചക്ര നവാവരണ പൂജ നടത്താൻ സാധിച്ചു. ശ്രീചക്ര നവാവരണ പൂജയുടെ സുബ്രഹ്മണ്യൻ്റെയും കൂടി ഒരു പ്രത്യേകത പറയുമ്പം ശ്രീമദ് ഗുഹാരാധിതം ശ്രീചക്രം ശരണം വ്രതാമി എന്നാണ് പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയും മറ്റ് ദേവീദേവന്മാരൊക്കെ ഉപാസിച്ചതാണ്, ആരാധിച്ചതാണ് ത്രിപുരസുന്ദരിയായ പരാശക്തി ദേവിയെ. ആ ദേവിയുടെ വിവിധ ഭാവങ്ങൾ 9 ആവരണങ്ങളാണ് പൂജിക്കുന്നത്. ത്രൈലോക്യ മോഹന ചക്രം മുതൽക്ക് സർവാനന്ദമായ ചക്രം വരെയുള്ള ബിന്ദുവിലുള്ള 9 ആവരണങ്ങൾ. ഈ പത്മത്തിലെ ഏറ്റവും പുറത്ത് ഭൂപുരം ചതുരം കാണാം. പിന്നെ 16 ദളങ്ങൾ, പിന്നെ 8 ദളങ്ങൾ, ഇതൊക്കെ ഓരോരോ ആവരണങ്ങളായിട്ടാണ്. പിന്നെ 49 ത്രികോണങ്ങൾ തെലങ്ങും വിലങ്ങുമായിട്ട് ഒരേ ഇതിൽ ഉണ്ടാവും. അതിലേറ്റവും പുറമേയുള്ള ആവരണം 14 ത്രികോണങ്ങൾ, പിന്നെ 10 ത്രികോണമായിട്ട് 2 എണ്ണം, 8 ത്രികോണം, ഒരു നേരെ സെൻറ്റർ ത്രികോണം, പിന്നെ ഒരു നടുക്ക് ഒരു ബിന്ദു. ഇതിലെ ഓരോരോ ആവരണങ്ങളിലും ഓരോരോ വ്യത്യസ്തമായിട്ട് നിരവധി ദേവന്മാരെയാണ് ആരാധിക്കുന്നത്, ആവാഹിക്കുന്നത്. അതുമാത്രമല്ല എല്ലാ ദേവീ ദേവന്മാരെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ച് ആവാഹിച്ച് പൂജിക്കുന്ന, സപരിവാര സമേതം പൂജിക്കുന്ന ഒരു പൂജയാണ് ശ്രീചക്ര നവാവരണ പൂജ. ഈ നവാവരണ പൂജ ഇന്ന് ഇവിടെ നടത്തിയതിൻ്റെ പ്രത്യേകത, മുത്തുസ്വാമി ദീക്ഷിതർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള മുത്തുസ്വാമി ദീക്ഷിതരുടെ നവാവരണ കൃതികൾ ഓരോ ആവരണത്തിലെയും ദേവതകളെ പ്രത്യേകം പ്രകീർത്തിക്കുന്ന, ആ ദേവതയുടെ ആവരണ ദേവതകളുടെ ഉപാസന കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണെന്നുള്ള സന്ദേശം അറിയിച്ചു കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നിരവധി കൃതികളുണ്ട്. 9 ആവരണ കൃതികൾ, മംഗളകൃതിയൊക്കെ ആയിട്ട്. ആ നവീകരണ സംഗീതാർച്ചന ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പൂജയ്ക്ക് നമ്മൾ നൃത്തം, ഗീതം, വാദ്യമൊക്കെ സമർപ്പിക്കുന്നുണ്ട്. നേരിട്ട് നൃത്ത സമർപ്പണം ഉണ്ടായിരുന്നു. നൃത്തം ദീപ്തിയാണ് ചെയ്തത്. സംഗീതാർച്ചന കാസർഗോഡ് യോഗേഷ് ശർമ്മ ആൻഡ് പാർട്ടിയാണ്. അപ്പോൾ സംഗീതം, നൃത്തം, അതേമാതിരി വേദസൂക്തങ്ങൾ, തന്ത്രവിദ്യാപീഠത്തിലെ അധ്യാപകരും ആചാര്യന്മാർ, എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തുകൊണ്ടുള്ള വിവിധ വേദമന്ത്രങ്ങൾ, യജുർവേദ, ഋഗ്വേദ മന്ത്രങ്ങൾ, അതേമാതിരി സഹസ്രനാമം മുതലായിട്ടുള്ള സ്തോത്രങ്ങളുടെ അർച്ചന നടന്നു. അങ്ങനെ സപരിവാര സമേതമുള്ള പൂജയാണ്. അവസാനം ഈ പൂജയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോക അനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ എന്നാണ്. വേൾഡ് പീസ്, ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹത്തിന് വേണ്ടി ഈ ദേവീ ചൈതന്യം, പരാശക്തി ഭാവത്തിലുള്ള ദേവിയുടെയും മറ്റ് ദേവീദേവന്മാരുടെയൊക്കെ ചൈതന്യം ഇവിടെ കുടികൊള്ളണം. അത് ഈ ദേവീ ചൈതന്യത്തിൻ്റെ വർധനവിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിത്യം ശുദ്ധ സാത്വികമായ ജീവിതചര്യ ഞങ്ങൾ നയിച്ചു കൊള്ളാം. ഇതുകൊണ്ട് ദേവി ഞങ്ങൾക്ക് എന്താണ് തരേണ്ടത്? സഭൂപാലം തഥാ രാഷ്ട്രം സർവോപദ്രവർജിതം. ഈ രാജാവിന്, രാഷ്ട്രത്തിന്, ഒരാൾക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ ക്ഷേമേണ വൃദ്ധി മതിലാം സുഖമക്ഷയമശ്നുതാം. അതുല്യമായ അഭിവൃദ്ധി എല്ലാവർക്കും ഉണ്ടാവണം. അക്ഷയമായ സുഖമുണ്ടാവണം. ഒരിക്കലും ക്ഷയിക്കാത്ത സുഖം എല്ലാവർക്കും ഉണ്ടാവണം. സമാജത്തിൽ എല്ലാവരും ഐക്യത്തോടുകൂടി, സാഹോദര്യ ഭാവത്തോടുകൂടി, ശുദ്ധ സാത്വിക ഭാവത്തിൽ മനുഷ്യരുടെ മനുഷ്യത്വം നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതചര്യ വേണമെന്നുള്ള പ്രാർത്ഥന. പൂജയിൽ അവസാനം മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട്. കാമാദ്യഭേദം ഹൃദയം വാദദുഷ്ടാനൃതാഹിതൈഹി. അത്യാഗ്രഹങ്ങളോ അനർഹമായ ആഗ്രഹങ്ങളോ ഇല്ലാത്തൊരു ഹൃദയം നമുക്കെല്ലാവർക്കും അമ്മ തരണം. വാദദുഷ്ടാനൃതാഹിതൈഹി. പറയുന്ന കാര്യങ്ങൾ ദുഷ്ടം പറയാതിരിക്കുക, അനൃതം കളവ് പറയാതിരിക്കുക,
മറ്റുള്ളവർക്ക് അഹിതമായ കാര്യങ്ങൾ പറയാതിരിക്കുക, ഹിംസാതിപിശ്ചരഹിതം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് വിഷമിപ്പിക്കുന്ന രീതിയിൽ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാതൊരു ഭാവത്തിലും ഉണ്ടാവാതിരിക്കുക. ഏതത് ഈശ്വര പൂജനം, അതാണ് ഈ ശ്രീചക്ര മഹാവാരണ പൂജ കൊണ്ട് ലഭിക്കേണ്ടത്. ശ്രീചക്ര പൂജ കൊണ്ട് ലഭിക്കുന്നത് അതാണ്. മണിക്കൂറുകളോളം എടുത്തിട്ടാണ് ഈ പത്മം വരയ്ക്കുന്നത്. ഏറ്റവും ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ ആ ത്രികോണം 49 ഭാഗിക്കും. അതിൽ 5, 6, 6, 3, 3 എന്നുള്ള ഭാഗം അംശിച്ചിട്ട് അതിലാണ് ത്രികോണങ്ങൾ നേരെയും വിലങ്ങനെയും വരയ്ക്കുന്നത്. ഓരോരുത്തർ ത്രികോണം മറ്റേ നേർരേഖയിലേക്കും അങ്ങനെ ഓരോരുത്തർക്ക് യോജിപ്പിക്കാനുള്ള ഒരു ക്രമം തന്ത്രശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് വിവരിക്കുമ്പോഴാണ് എല്ലാ ത്രികോണങ്ങളും ഒരേ രീതിയിൽ ഒരേ കൃത്യമായ ഇതിൽ വരുള്ളൂ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇന്ന് ശ്രീചക്ര പൂജ നടത്താൻ സാധിച്ചു. എല്ലാ ദേവീദേവന്മാരുടെയും പൂജയുടെയും സമർപ്പണം ഈ ശ്രീചക്ര പൂജയിലുണ്ട്. മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ ജന്മാന്തര സുഹൃതമാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ പ്രാർത്ഥന എൻ്റെ പൂജയിലുണ്ടായിരുന്നു, ഞങ്ങളുടെ പൂജയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പൂജ സാർത്ഥകമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംപൂജ്യ സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ നവാവരണ സംഗീതാർച്ചനയോടുകൂടി, നൃത്താർച്ചനയോടുകൂടി, വേദസൂക്ത അർച്ചനയോടുകൂടി പൂജ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ശുഭോദർക്കമാണ്. എല്ലാവർക്കും ആശംസകൾ. തിരുനാവായയിൽ ഈ മഹാമാഘം ഉത്സവത്തിൽ ഈ ഒരു കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് നവാവരണ ശ്രീചക്ര പൂജയിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതൊരു ജീവിത സുഹൃതമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന് മുമ്പും ശ്രീചക്ര പൂജയിൽ നൃത്തം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഭാരതീയം സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്നത്, ഞാൻ ദീപ്തി പാറോൾ, എൻ്റെ സ്റ്റുഡൻസാണ് ദേവിക, മാളവിക. ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു എനർജി ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച് തന്നെ അറിയണം എന്നാണ് പറയേണ്ടത്. അത് വേറെ ലെവലായിരുന്നു. സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്.